അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷൻ തുടങ്ങി. ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത് പേജ് നമ്പർ 56. പേജ് നമ്പർ 56 equivalent fraction. Equivalent fraction. എന്താ equivalent fraction എന്ന് വെച്ചാല്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Equivalent fraction എന്ന് വെച്ചാല് നമ്മളിപ്പം ഒരു ഹോൾ തിങ്ങിനെ, അതായത് ഒരു കേക്കിനെ നമ്മൾ പകുതിയാക്കിയാൽ കിട്ടുന്ന ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്തിനെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ അറിയോ? ഇപ്പൊ ഈ ഒരു കേക്ക്, ഓക്കെ, ഈ ഒരു കേക്കിനെ ഈ ഒരു ഭാഗം, ഏത് ഭാഗം? ഈ ഒരു ഭാഗം. ഇത് എത്രയാ ശരിക്കും? കേക്കിനെ രണ്ടാക്കിയതിൽ ഒരു ഭാഗം, അതായത് 1/2. 2 ഭാഗം ആക്കുമ്പോ ഇതെങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നേ? എക്സ്പ്രസ് ചെയ്യും 1/2. 1/2 അല്ലേ? ഇനി നമ്മൾ 4 ഭാഗമാക്കിയാൽ, 4 ഭാഗമാക്കിയാൽ ഈ ഒരു ഷെയ്ഡ് ഏത് എക്സ്പ്രസ് ചെയ്യും? 2/4 അല്ലേ? 2/4. ഇനി ഇതിപ്പോ 4 ഭാഗമാക്കിയത്, ഇനി 6 ഭാഗമാണ് ആക്കുന്നതെങ്കിൽ 2/6. 6 ഭാഗമാക്കുന്നെങ്കിൽ 3/6. 3/6 അല്ലേ? ഇനി 8 ഭാഗമാണ് ആക്കുന്നതെങ്കിൽ 4/8. ആക്കുന്നെങ്കിൽ എത്ര? 4/8. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് എത്ര ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്? 1/2, 2/4, 3/6, 4/8. ഈ 4 ഫ്രാക്ഷനും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ ഭാഗത്തിനെ തന്നെയല്ലേ? അല്ലേ? നമ്മുടെ ഈ കേക്കിന്റെ ഈ പകുതി ഭാഗത്തിനാണ് ഈ 4 ഫ്രാക്ഷനും എക്സ്പ്രസ് ചെയ്യുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം തന്നെയാണ്, 2/4 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം തന്നെ, 3/6 എന്ന് പറഞ്ഞാലും ഈ ഒരു ഭാഗം തന്നെ, 4/8 എന്ന് പറഞ്ഞാലും ഈ ഒരു ഭാഗം തന്നെ. പക്ഷെ നമ്മൾ പറയുന്ന ഫ്രാക്ഷൻ മാറി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള, അതായത് ഒരേ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ. എന്താ സ്പെല്ലിംഗ്? EQUIVALENT. Equivalent fraction. Equivalent fraction. അതായത് രണ്ടോ അതിലധികമോ ഫ്രാക്ഷൻ, അത് എങ്ങനെയുള്ള ഫ്രാക്ഷൻ ആയിരിക്കണം? അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ പാർട്ടിനെ ആയിരിക്കണം. ഇനി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഒന്ന് നോക്കിയേ. 1/2, 2/4. 1/2 2/4. ഇത് തമ്മിൽ രണ്ടും കാണുമ്പോ എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നു? ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിലും ഡിനോമിനേറ്റേഴ്സ് തമ്മിലും
ഓക്കെ, നെക്സ്റ്റ് പേജിൽ അതായിരിക്കും നല്ലത്. 1/2, 2/4. എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ? ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 2. ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 into 2. അല്ലേ? ഈ 1/2നെ 1/2 ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/4 കിട്ടും. 2/4 കിട്ടും. ഇനി അടുത്ത ഫ്രാക്ഷൻ ഏതൊക്കെ? 1/2 3/6. 1/2 3/6. എന്തെങ്കിലും ബന്ധമുണ്ടോ? 1/2 3/6. ഈ ആദ്യത്തേത് പോലെ തന്നെ ഒന്ന് നോക്കിയേ, എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. ഉണ്ടോ? ന്യൂമറേറ്ററിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 3. ഡിനോമിനേറ്ററിനെയും അതേപോലെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 into 3 6. 1/2നെ 1/2ലെ ന്യൂമറേറ്ററിനെയോ ഡിനോമിനേറ്ററിനെയോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇക്വാലന്റ് ഫ്രാക്ഷൻ കിട്ടും. ഇനി 1/2 4/8. 1/2 4/8. 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2നെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിനെയോ ഡിനോമിനേറ്ററിനെയോ എന്ത് ചെയ്തു? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 1/2ന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ആണ് ഏതൊക്കെ? 2/4, 3/6, 4/8. 1/2ന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് ആണ് 2/4, 3/6, 4/8. അപ്പൊ നമുക്ക് ഈ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെ കിട്ടിയേ? 1/2ന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെ കിട്ടിയേ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2/4 കിട്ടാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3/6 കിട്ടാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4/8 കിട്ടാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കിട്ടാൻ ന്യൂമറേറ്ററിനെയോ ഡിനോമിനേറ്ററിനെയോ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. വേറൊരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത്, നമ്മളിപ്പോ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ന്യൂമറേറ്ററിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫ്രാക്ഷന്റെ വാല്യൂവിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി അതിന്റെ ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ മാത്രമോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ മാത്രമോ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഫ്രാക്ഷനിലെ വ്യത്യാസം വരും, ഫ്രാക്ഷന്റെ വാല്യൂവിൽ വ്യത്യാസം വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട്, സെയിം നമ്പർ കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. രണ്ടിനെയും ചെയ്യണം. അങ്ങനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫ്രാക്ഷൻസ് ആണ് എന്ത്? ഇക്വാലന്റ് ഫ്രാക്ഷൻ. മനസ്സിലായോ എന്താ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്ന്? മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 58 ഒന്ന് എടുത്തേ.
പേജ് നമ്പർ 58. അതിലെ ജി ക്വസ്റ്റ്യൻ കണ്ടോ? ജി, write 3 equivalent fractions for each of the following: 8 by 11, 5 by 13, 7 by 15, 3 by 7. അതില് 3 by 7ന്റെ 3 equivalent fractions ഒന്ന് എഴുതിയേ നിങ്ങള്. 3 by 7ന്റെ 3 equivalent fraction ഒന്ന് എഴുതി നോക്കിയേ. ഏതെങ്കിലും ഇഷ്ടമുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഒന്ന് എഴുതി നോക്കിയേ. ആൻസർ പറയട്ടെ. ത്രീ ബൈ സെവന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ 3 എണ്ണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ഓക്കെ, ആദ്യം 3 into 2, 7 into 2 എത്ര കിട്ടും? 6 by 14. ഒന്നാമത്തെ ഇക്വലന്റ് ഫ്രാക്ഷൻ 6 by 14. പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 3, 7 into 3 equal to 9 by 21. അടുത്ത ഇക്വലന്റ് ഫ്രാക്ഷൻ 9 by 21. അടുത്തത് രണ്ടിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4, 7 into 4 equal to 12 by 28. 12 by 28. അപ്പൊ 3 by 7ന്റെ 3 ഇക്വലന്റ് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. ഏതൊക്കെ? 6 by 14, 9 by 21, 12 by 28. കിട്ടിയല്ലോ? മനസ്സിലായില്ലേ? മീൻസ് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ സെയിം നമ്പർ, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫ്രാക്ഷൻസ് ആണ് ഇക്വാലന്റ് ഫ്രാക്ഷൻ. നമുക്കിപ്പോ ഒരു ഫ്രാക്ഷൻ തന്നിട്ട്, ഇപ്പൊ 5 by 10 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്റർ 5ഉം ഡിനോമിനേറ്റർ 10ഉം അല്ലേ? രണ്ടിനെയും 5നെയും 10നെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ആണെങ്കിൽ 2, 4 ആണെങ്കിൽ 4, 6 ആണെങ്കിൽ 6. അങ്ങനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരുപാട് ഫ്രാക്ഷൻസ് കിട്ടും. എത്ര നമ്പേഴ്സ് ഉണ്ടോ, നമുക്ക് എണ്ണാൻ പറ്റുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയും ഫ്രാക്ഷൻസ് നമ്മൾ കിട്ടും. ആ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇക്വാലന്റ് ഫ്രാക്ഷൻ. അതായത് ഈ ഫ്രാക്ഷൻസിന്റെ എല്ലാം വാല്യൂ സെയിം ആയിരിക്കും. ഒരേ ഭാഗത്തിനെ ആയിരിക്കും അത്, ഒരേ പാർട്ടിനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇക്വലന്റ് ഫ്രാക്ഷൻസ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഒരേ പാർട്ടിനെ ആയിരിക്കും. നമ്മൾ ആദ്യം കേക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ആദ്യം കേക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇത് പറഞ്ഞില്ലേ? ഈ ഒരു ഹാഫ് പോർഷനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഫ്രാക്ഷൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. 1 by 2, 2 by 4, 3 by 6, 4 by 8. ഇനിയും വേണമെങ്കിൽ പറയാം. ഇതിനെ ഇപ്പൊ 8 പാർട്ട് ആക്കുന്നതിന് പകരം 16 പാർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ 8 by 16 എന്ന് പറയാം ഈ ഒരു ഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ. അതായത് നമ്മള് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻസ് ആണ് എന്ത്? ഇക്വാലന്റ് ഫ്രാക്ഷൻ. ഇപ്പൊ 3 by 7ല്
3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 6/14 കിട്ടി. 6/14 എന്ന് പറയുന്നത് 3/7ന്റെ ഒരു ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്. ഇനി 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 7നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 9/21 കിട്ടി. 9/21 എന്ന് പറയുന്നത് 3/7ന്റെ വേറൊരു ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. H. Write the equivalent fraction of the following having the denominator 32. അവിടെ 4 ഫ്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1/2, 3/4, 5/8, 7/16. ഈ 4 ഫ്രാക്ഷൻസിന്റെയും ഇക്വാലന്റ് ഫ്രാക്ഷൻ നമ്മൾ എഴുതണം. 4 ഫ്രാക്ഷൻസിന്റെയും ഇക്വാലന്റ് ഫ്രാക്ഷൻ നമ്മൾ എഴുതണമെങ്കിൽ എന്താ അവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ? Having the denominator 32. Having the denominator 32. ഓക്കെ, അതെങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. ഏതൊക്കെ എവിടെ കൊടുത്തിരിക്കുന്ന ഫ്രാക്ഷൻസ്? 1/2, പിന്നെ 3/4, 5/8, 7/16. 7/16. ഇതിനെ നമുക്ക് ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. ഈ എല്ലാ ഫ്രാക്ഷൻസിന്റെയും ഇക്വാലന്റ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കണം. ബട്ട് അവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടീഷൻ? ഹാവിംഗ് ദ ഡിനോമിനേറ്റർ 32. നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വാലന്റ് ഫ്രാക്ഷൻസിന്റെ എല്ലാം ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 32 ആയിരിക്കണം. ഡിനോമിനേറ്റർ 32 ആയിരിക്കണം. ഡിനോമിനേറ്റർ 32 ആയിരിക്കണം എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ സെയിം ആവണമെന്നുണ്ടോ? ന്യൂമറേറ്റർ സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഫ്രാക്ഷൻസിന്റെയും എന്തോ ക്ലിയർ ആവുന്നില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? മോളെ ക്ലിയർ ആവുന്നില്ല മോളെ. ആൻഡ്രോസ് ഒന്ന് മെസ്സേജ് അയച്ച മോൾ എന്താ പറഞ്ഞേന്ന്? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ എല്ലാം ഡിനോമിനേറ്റർ വ്യത്യാസമാണ്. ആദ്യത്തെ 2, രണ്ടാമത്തെ 4, മൂന്നാമത്തെ 8, നാലാമത്തെ 16 അല്ലെ? ഈ ഫ്രാക്ഷൻസിന്റെ ഇക്വാലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഇക്വാലന്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 32 ആയിരിക്കണം. അതായത് 1/2നെ നമ്മൾ 32 ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി 2നെ ഡിനോമിനേറ്ററിലെ നമ്മളിവിടെ 32 പറഞ്ഞിരിക്കുന്നത്, ഫിക്സ് ആക്കി വെച്ചിരിക്കുന്നത്. 2 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ ഏത് നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുക നോക്കാം. 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 32 കിട്ടുക? 2 into എത്രയാ 32? പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 2 into 16 ആണ് 32. 2 into 16 ആണ് 32. അപ്പൊ ഇക്വാലന്റ് ഫ്രാക്ഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയോ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയോ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 1 into 16, 16. 1 into 16, 16. അപ്പോ 1/2ന്റെ ഒരു ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ് 16/32.
Okay, then 3/4. 3/4-നെ 32 ഡിനോമിനേറ്റർ ആയി വരുന്ന ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്കി എഴുതണമെങ്കിൽ 4-നെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 4-നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 32 കിട്ടുന്നത്. 4-നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുക? 8 അല്ലേ? 4-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വലന്റ് ഫ്രാക്ഷൻ ആവണമെങ്കിൽ ന്യൂമറേറ്ററിനെയോ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3-നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 3 into 8. 3 into 8 എത്ര? 3 into 8 20. 20 24. 3 into 8 24. അപ്പൊ 24/32 എന്ന് പറയുന്നത് 3/4-ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് നോക്കുന്നത്? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇക്വലന്റ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ ഡിനോമിനേറ്റർ 32 ആയിരിക്കണം. ഡിനോമിനേറ്റർ 32 ആയിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുന്നതെന്ന് നോക്കുന്നത്. അടുത്തത് 5/8. 5/8 എന്ന് പറയുമ്പോൾ 8-നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 32 കിട്ടുക. 8-നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടുക? 8-നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും? ആർക്കും ടേബിള് നല്ല ബൈഹാർട്ട് ആയിട്ട് പഠിച്ചിട്ടില്ല അല്ലേ? 8-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ 32 കിട്ടുക? നല്ല മക്കളെ ഏതായാലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം ബൈഹാർട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല ഇതുവരെ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും മാത്സ് പഠിക്കാൻ പറ്റില്ല. മാർക്ക് കിട്ടുകയും ചെയ്യും. 8 into 4. 8-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടും. അതേസമയം നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ 5-നെയോ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 5 into 4. 5 into 4 20. 20. അപ്പൊ 20/32 എന്ന് പറയുന്നത് 5/8-ന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി 7/16. 16-നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 32 കിട്ടുക? 16 into 2 ആണ് 32. അപ്പൊ 7-നെ എന്ത് ചെയ്യണം? 7-നെയോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 into 2 14. 7 into 2 14. 14/32 എന്ന് പറയുന്നത് എന്ത്? 7/16-ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇത് എഴുതിയെടുത്തോ എല്ലാരും? നോട്ടിനകത്ത് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്തേ. ബാക്കി വരുന്ന പേജ് നമ്പർ 59-ല് വരുന്ന ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് ഹോംവർക്ക് ചെയ്യാലോ നിങ്ങൾക്ക്? Write the equivalent fraction of the following having the numerator 15. 15 ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ആക്കി മാറ്റി എഴുതാം. 3 ന്യൂമറേറ്റർ ആണ് ഇവിടെ. ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറിപ്പോകരുത്. പിന്നെ അടുത്തത് fill in the missing numbers. ഒരു ഫ്രാക്ഷന്റെ തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. അപ്പൊ അത് ഏത് നമ്പർ കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തത് നോക്കിയിട്ട്
ന്യൂമറേറ്റർ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം, ഡിനോമിനേറ്റർ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ്, ചെക്ക് വെദർ ദ ഗിവൺ പെയർ ഓഫ് ഫ്രാക്ഷൻസ് ആർ ഇക്വലന്റ് ഓർ നോട്ട്. അത് കുഴപ്പമില്ല, ആദ്യത്തെ രണ്ടെണ്ണം മാത്രം ചെയ്താൽ മതി, ഐയും ജെയും ചെയ്താൽ മതി. ഓക്കെ, അത് രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. പേജ് നമ്പർ 59 ഐ ആൻഡ് ജെ. കേട്ടല്ലോ? ഓക്കെ, അപ്പോ നാളെ നിങ്ങൾക്ക് ഹിന്ദിന്റെ ക്ലാസ്സിന് പകരം മാത്സിന്റെ ക്ലാസ് ആയിരിക്കും. കേട്ടല്ലോ? നാളെ ഹിന്ദിന്റെ ക്ലാസ് ഉണ്ടാവില്ല, മാത്സിന്റെ ക്ലാസ് ആയിരിക്കും. ഇപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. നാളെ കാണാം. ഓക്കെ, ബൈ.